ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഞാനൊരു 6 മണിയൊക്കെ ആയപ്പോൾ എണീറ്റിട്ടുണ്ട്. ഇന്ന് ജാനിക്കുട്ടി എൻ്റെ കൂടെ തന്നെ എണീറ്റുകൊണ്ട് എനിക്ക് ബെഡൊക്കെ ഇന്ന് അപ്പോൾ തന്നെ വിരിച്ചിടാൻ പറ്റി. അപ്പോൾ ഇനി നേരെ കിച്ചണിലേക്കാണ്. ഇന്നലെ ദോശയ്ക്കുള്ള മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തേങ്ങാ ചമ്മന്തിയാണ് ഇതിൻ്റെ കൂടെ ഉണ്ടാക്കാമെന്ന് വെച്ചത്. അപ്പോൾ ഞാൻ എപ്പോൾ തേങ്ങ തിരിഞ്ഞാലും എൻ്റെ കൈ അങ്ങ് മുറിഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഞാനിങ്ങനെ തേങ്ങ കട്ട് ചെയ്തെടുത്ത് പിന്നെ മിക്സിയുടെ ജാറിലിട്ട് ക്രഷ് ചെയ്താണ് തേങ്ങാപ്പീര എടുക്കുന്നത്. അപ്പോൾ ഞാൻ ക്രഷ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും അതുപോലെ പച്ചമുളകും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ അരപ്പ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ സമയം നോക്കിയപ്പോൾ 7 മണിയൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ജാനിക്കുട്ടിക്ക് പാല് കൊടുക്കാൻ ഞാൻ പാൽ തിളപ്പിക്കാൻ വെക്കുവാണ്. ഞാൻ പുറത്തോട്ട് നോക്കിയപ്പം ഇന്ന് മഴക്കോളൊന്നും കാണുന്നില്ല. ഇപ്പോൾ 2 ദിവസം കൊണ്ട് നല്ല മഴയല്ലേ. അപ്പം ഞാൻ ജാനിക്കുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് പാല് കൊടുക്കാൻ വേണ്ടി. ഞാൻ കുപ്പിയൊക്കെ എടുത്ത് വെച്ച് ഇനി ഒഴിച്ച് ജാനിക്കുട്ടിക്ക് കൊടുക്കണം. അങ്ങനെ എടുത്തുകൊണ്ട് വന്നപ്പോൾ ഓരോ സംശയമൊക്കെ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഞാൻ ജാനിക്കുട്ടിക്കുള്ള പാലും എടുത്ത് കൊടുത്ത്. അപ്പോൾ ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാവേ. അപ്പം ഞാനൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. കൊച്ചുള്ളി ഒന്ന് ചെറുതായിട്ട് വഴന്ന് വരുമ്പോൾ ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്, ഒരു കളറ് വരാൻ വേണ്ടി. അപ്പോൾ ഇനി നമുക്കിത് അരച്ച് വെച്ചിരുന്ന അരപ്പൊടി ചേർക്കാം. ആവശ്യത്തിന് വെള്ളവും ചേർക്കാം. ഈ കറി തിളയ്ക്കല് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചമ്മന്തിക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി പാൻ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഓരോരോ ദോശയായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ദോശയും കൂടെ ചുട്ട് കഴിഞ്ഞാൽ അടുക്കളയിലെ പണിയൊക്കെ ഒരുവിധം കഴിയും. അങ്ങനെ ദോശയെല്ലാം ഞാൻ ഉണ്ടാക്കി. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ജാനിക്കുട്ടി എന്തോ ചെയ്യാൻ നോക്കുവാണ്. അപ്പോൾ ഹാളിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഞങ്ങൾ രണ്ടും കൂടി പുറത്തോട്ട് പോയി ഇരുന്ന് അപ്പോൾ എന്നോട് ഓരോ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ ഞങ്ങൾ രണ്ടും കൂടി ഇനി പോന്നു. ഇനി കുറച്ച് അടിച്ച് വരാനുണ്ട്. അങ്ങനെ ഞാൻ അടിച്ചൊക്കെ വാരി. ഇപ്പോൾ ജാനിക്കുട്ടി നേരത്തെ ഹാളിൽ നിരത്തി ഇട്ടിട്ടുണ്ട് കുറേ ടോയ്സ്. അപ്പോൾ ഞാനിതൊക്കെ എടുത്ത് വെക്കണമെന്നൊക്കെ പറയും. അപ്പം ഇടയ്ക്കൊക്കെ എടുത്ത് വെക്കും, എന്നാലും ആളെ ഇങ്ങനെ ഇട്ടിട്ട് പോകും. അപ്പം ഞാനിതെല്ലാം എടുത്ത് വെക്കും. അതൊരു ജോലിയാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ജാനിക്കുട്ടിയെ കുളിപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഉടുപ്പിട്ട് കൊടുക്കുന്നത് ഒരു വലിയ പരിപാടിയാണ്. ഇങ്ങനെ വിളിക്കുമ്പോൾ വരത്തില്ല. അപ്പം ഞാൻ അതിൻ്റെ പുറകിന് നടന്ന് വേണം ഉടുപ്പൊക്കെ ഇട്ട് കൊടുക്കാൻ. അങ്ങനെ ഒരു വിധത്തിൽ ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഇനി തലയൊന്ന് കെട്ടിക്കൊടുക്കണം. തലയിൽ ഇങ്ങനെ ബണ്ണും ക്ലിപ്പും ഒന്നും ഇടുന്ന ആൾക്ക് ഇഷ്ടമല്ല. എന്നാലും ഇടയ്ക്കൊക്കെ ഞാൻ ഇട്ട് കൊടുക്കും. എനിക്കിഷ്ടമാണ് ഇങ്ങനെ മുടി കെട്ടി വെച്ചിട്ട് കാണാൻ. അങ്ങനെ ഞാൻ മുടിയൊക്കെ കെട്ടി വെച്ച് കൊടുത്ത്. അപ്പം ഞാൻ പറഞ്ഞ് ഒരു ഹായ് ഒക്കെ ഒന്ന് പറയാമോ എന്ന് ചോദിച്ച്. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനും കുളിച്ചിട്ട് വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.